ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് ഇനിയുള്ള 14 ദിവസം 14 ഡേയ്സ് നമ്മളുടെ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ മുതൽ അത് യൂട്യൂബിൽ ലൈവ് ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇന്നിപ്പോ നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഈ ഒരു ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. ഈ റെക്കോർഡിംഗ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഈ 14 ദിവസം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലീവ് വിത്ത് പേർപ്പസ് എന്നുള്ള കാര്യമാണ്. അതായത് ഷൈൻ വിത്ത് പേർപ്പസ് ആണ് ഞാൻ പേര് കൊടുത്തേക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം, ഒരു മുട്ടായി മേടിക്കാനായിരിക്കും ലക്ഷ്യം അല്ലെ. പിന്നെ അടുത്ത വേറെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ പല പല ലക്ഷ്യങ്ങളിലേക്ക് പോകും. സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് എത്തുമ്പോൾ ലക്ഷ്യം എന്തായിരിക്കും? ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത +2 ആകുമ്പോൾ അങ്ങനെ. പിന്നീട് ലൈഫിൽ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. കുട്ടികൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ, വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് പല ചുമതലകൾ വരുമ്പോൾ ലക്ഷ്യങ്ങൾ പലതായി മാറും. ഇതിനിടയിൽ എവിടെയൊക്കെയോ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന്, ലൈഫിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഈ ജീവിച്ച് മരിക്കുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. അതെന്താണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങളിൽ ചുറ്റപ്പെട്ട് നമ്മൾ ആകെ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് അതിലൊരു മാറ്റം വരാനായിട്ട് എന്റെ ജീവിതത്തിന് എന്താണ് ലക്ഷ്യം, അതിന്റെ പേർപ്പസ് എന്താണ്, ഞാൻ എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തി, ഞാൻ എങ്ങനെ തിളങ്ങി ജീവിക്കും എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മളുടെ കോഴ്സുമായിട്ടോ, ഇപ്പൊ ഈ ജോയിൻ ചെയ്ത ആൾക്കാരിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ കോഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ടോ ബന്ധപ്പെട്ടെന്ന് വരുന്ന കാര്യങ്ങളല്ല. ഓഫ് കോഴ്സ് നമ്മൾ ഇതിനകത്ത് ഈ 14 ദിവസത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചും നമ്മളെ വിവിധ തലങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ നിങ്ങളിപ്പോ ഫുഡ് ഉണ്ടായിരിക്കും, ആർട്ട് ഉണ്ടായിരിക്കും, ക്രാഫ്റ്റ്, നിങ്ങൾ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരും ഫാഷനിലുള്ളവർ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ആ ഒരു ബിസിനസ് സബ്ജക്റ്റ് വൈസ് അല്ല പോകുന്നത്. നമ്മൾ മെയിൻലി വരുന്നത് നമ്മളുടെ വെൽനസ്, മനസ്സിൽ നിന്നും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഞാൻ നടത്തുന്ന ഒരു ട്രയലാണ്. നമ്മളെ മൊബൈൽ ഡിറ്റോക്സ് ചലഞ്ചിൽ പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ നമ്മുടെ സമൃദ്ധി സ്കൂൾ ഓഫ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ നടത്തിയ മെന്റൽ വെൽനെസ്സിൽ ഡിജിറ്റൽ ഡിറ്റോക്സ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്? നിങ്ങൾക്ക് അതിൽ എന്ത് റിസൾട്ട് വന്നു എന്നുള്ളത് ഇവിടെ ഒന്ന് കമന്റിൽ ഇട്ടേക്കുക. കാരണം ഇവിടെ അറ്റൻഡ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഒക്കെ കൊടുത്തിട്ടും പുതിയതായിട്ട് ഗ്രൂപ്പിൽ വന്നവരല്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊന്ന് പറയാനായിട്ട്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു 7 ദിവസം? നിങ്ങൾ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അതൊന്ന് നിങ്ങൾ ചാറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കും, പുതിയതായിട്ട് ഗ്രൂപ്പിൽ വന്നവർക്കും എന്നെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരുവാണ്. എന്റെ പേര് ഡോക്ടർ നീതു കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാനൊരു ബിസിനസ് ആൻഡ് ലൈഫ് സ്കിൽസ് മെന്ററാണ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഒരു 1.5 വർഷത്തോളമായിട്ട് സമൃദ്ധിയിലെ ആദ്യം തുടക്കത്തിലെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആർട്ട്, ക്രാഫ്റ്റ്, ഫാഷൻ, ബിസിനസ്, അതുപോലെ മൈൻഡ് സെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, കോഴ്സുകളൊക്കെ ആയിട്ടാണ് സമൃദ്ധി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ ബാച്ചസ് ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഫാഷനിൽ മാത്രമാണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ബാച്ചിൽ മാത്രമായിട്ട്, ഫാഷനിൽ മാത്രമായിട്ട് 600-ലധികം ആൾക്കാർ ഉള്ള ഒരു കമ്മ്യൂണിറ്റി. ഫാഷൻ മാത്രമാണ് പറയുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൽ സമൃദ്ധിയിലുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരും ഫാഷൻ ഉള്ളവരും കൂടെ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ 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 ശരി. ഓക്കെ, നീതു കൃഷ്ണ എന്നാണ്. ഓക്കെ ശരി. നീതു റീസെന്റ് ജോയിൻ ചെയ്ത ആളല്ലേ, പുതിയതായിട്ട് വന്നല്ലേ? ഓക്കെ ശരി. ഓക്കെ, ശ്രീപ്രിയ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എല്ലാവരുടെയും മെസ്സേജസ് നോക്കി. പക്ഷെ ഇന്നലെ എനിക്ക് ഒത്തിരി തിരക്കുണ്ടായിരുന്നു. ഇന്നലത്തെ എന്റെ ഒരു മീറ്റിംഗ് രാത്രി അറ്റൻഡ് ചെയ്തവർക്കറിയാം. ഇന്നലത്തെ നമ്മൾ 10 മണി വരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 11 മണിക്കാണ് ശരിക്കും ഫ്രീ ആയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ മെസ്സേജിന് ജസ്റ്റ് ഒരു ഇമോജി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി വിശദമായിട്ട് വോയിസ് മെസ്സേജ് ഒക്കെ നാളെ ഇടുന്നതായിരിക്കും. ഇന്നും ഇനി ഒരു 2 ക്ലാസ് വൈകിട്ടും രാത്രിയും ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. നിങ്ങളുടെ ഒരു മെസ്സേജസിന് നന്ദി. നമ്മുടെ കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നവരും ഒക്കെയാണ് ഈ ചാറ്റിൽ വരുന്നവർ. അവർക്ക് അറിയാം എന്താണ് നമ്മുടെ കോഴ്സ് എന്നൊക്കെ. ഓക്കെ ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസിങ് ഷൈൻ വിത്ത് പേർപ്പസ്. നമ്മൾ എങ്ങനെ സ്വന്തം പേർപ്പസിൽ നമുക്ക് ജീവിക്കാം എന്നത് തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. എനിക്ക് മനസ്സിലായി, എന്റെ ലൈഫ് എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. എനിക്ക് 2 ജന്മം ഉണ്ടായത്, അതായത് നമ്മൾ ഒരു ജന്മമായിരിക്കും ജനിക്കുന്നത്, ഒരു തവണ ജനിക്കും. പക്ഷെ
എവിടെയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് മരിച്ചുപോയി. എന്റെ പഴയ ആളിനെ എനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് എനിക്ക് പുനർജനിക്കണം എന്നുള്ളൊരു ഫീലില് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു പുനർജന്മം പോലെ ഞാൻ രണ്ടാമത് ഒരു ജനിച്ചതാണ് എന്റെ ഈ കാണുന്ന ഈ ഒരു ലൈഫ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പാസ്റ്റ് കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. ആ ഒരു ലൈഫിൽ ഒന്നുമില്ലാതെ നിന്ന്, അത് പല രീതിയിലായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, മാനസികമായിരിക്കാം, ആരോഗ്യപരമായിരിക്കാം, നിന്നൊരവസ്ഥയിൽ നിന്നും ഞാനൊരു വീണ്ടും ഒന്ന് പുനർജനിക്കണം എനിക്കെന്ന് തോന്നിയതിന്റെ ഒരു റിസൾട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യാം? ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സോ ഇനിയുള്ള നമ്മള് എത്ര ദിവസമാണ്? നമ്മളൊരു 14 ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് റെഡി ആവുന്നത്. ഓക്കെ, എത്ര ദിവസമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? 14 ദിവസം. അപ്പൊ ഈ 14 ദിവസത്തില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? കാരണം ഞാനിപ്പോ ഇവിടെ മീറ്റിംഗിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അതില് എത്രയോ പേര് നമ്മളുടെ പല ഗ്രൂപ്പ്, നൂറുകണക്കിന് ആൾക്കാരുള്ള പല ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾ ഇത്രയും പേര്, പിന്നെ കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നവരുണ്ട് ആയിരിക്കും വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇവിടെ വന്നത് ബൈ ചാൻസിലല്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ ബൈ ചാൻസിൽ വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരല്ല. നിങ്ങൾ പലരുടെയും ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് എന്താണ്, എനിക്ക് എന്തോ ഒരു കാര്യം നേടണം, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ സംതിങ് മോർ, എനിക്ക് കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്, അതിലേക്ക് എനിക്ക് ആ ഒരു ഡിസ്കവറിയിലേക്ക് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന വ്യക്തി, അതായത് ഞാനെന്നുള്ള വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇവർ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ അത് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കും എന്നിലുള്ള ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ഇത് ബൈ ചാൻസിൽ നിങ്ങൾ വന്നതല്ല. നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്, യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിച്ചതാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കിത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറില്ല, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എനിക്ക് എന്താണ് ലക്ഷ്യം, ഞാൻ എന്തിനാണ്, എവിടേക്കാണ് എന്റെ ജീവിതം പോകുന്നത്. ഇത് പലപ്പോഴായിട്ട് നമ്മൾ എത്രയോ തവണ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോഴും നമ്മൾ നല്ല രീതിയിലും ചോദിച്ചിട്ടുണ്ട്, മോശമായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും മോശമായിട്ട് തന്നെയാണ്. എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്, എനിക്ക് എന്തിനാണ് ഈ ജീവിതം തന്നത്, ആവശ്യമില്ലായിരുന്നു എല്ലാവരുടെയും പരിഹാസം, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുന്ന രീതിയും ഞാൻ അനുഭവിക്കുന്ന പെയിനും ഒക്കെ വെച്ചിട്ട് ഞാൻ വിചാരിക്കും ഈ ഭൂമിയിൽ ജനിക്കേണ്ടതല്ല. എൻ്റെ അച്ഛനെയും അമ്മയും പോലും ഞാൻ വിചാരിക്കും എന്തിനാണ് ഇവരുടെ മകളായിട്ട് ജനിച്ചത്. കാരണം അത്രയും ഞാൻ മെന്റൽ ടോർച്ചറിങ് അനുഭവിക്കുമ്പോൾ, ഞാൻ മാനസികമായിട്ട് വിഷമിക്കുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി വേദനിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് പെയിൻ ഉണ്ടാകുന്നുണ്ട്, ഞാൻ കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചത്, അതിലോട്ട് എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ വന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്, എന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ വന്ന ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കാണുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ, ഒരു കൂട്ടം സ്ത്രീകൾ, 1000 2000 ഒന്നുമല്ല, ഇത്രയും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായാണ് കൂടുതൽ ആൾക്കാരും ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുവാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? എന്തൊക്കെയോ നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്നു, നമ്മുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോസോ ഒക്കെ കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഓൾറെഡി ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഇപ്പൊ ഇരിക്കുന്ന പലരും ബ്രാൻഡുകൾ തുടങ്ങി, ബിസിനസ് തുടങ്ങിയത്. എന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ ആകെ സ്റ്റക്കായി നിൽക്കുന്നത്, മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആയിരിക്കാം, അതുപോലും നിങ്ങൾക്ക് അറിയാം അതൊന്ന് തരണം ചെയ്യാം, പക്ഷെ അവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല. കട്ടിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ റൂമിൽ നിന്നും പുറത്തിറങ്ങിയോ വീടിന് പുറത്തിറങ്ങാനോ പറ്റാതെ നമ്മൾ ആകെ ഒരു ലോക്ക്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത്രയും പേര് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്? ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നതിന്റെ റീസൺ എന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എനിക്കറിയാം, നമ്മൾ സ്ത്രീകളാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് കൂടുതലും റൊട്ടീൻസ്, നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, ഫാമിലിയിലെ ഡ്യൂട്ടീസ്, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ, വർക്ക് പ്രഷറുകൾ, ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന വർക്ക് പ്രഷർ, കമ്പാരിസൺ. ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് മറ്റൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അത് വീട്ടിലുള്ള ആൾക്കാരാകാം, റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം. നീ ഇവരെ പോലെ ആകുന്നില്ലല്ലോ, നിനക്ക് അവളെ കണ്ട് പഠിച്ചുകൂടെ, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ കമ്പാരിസൺ നമ്മുടെ ചെവിയിൽ തന്നെ കേൾക്കുന്നു. ഇതൊക്കെ കണ്ട് അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, ഒരു ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ. നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്
കുറിച്ചൊക്കെ വരുന്ന ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓവർ തിങ്കിങ് എങ്ങനെ ഒഴിവാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ വേണം എന്നുള്ളതും ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത് കളയണം എന്നുള്ളതൊക്കെ 14 ദിവസത്തിൽ നമ്മൾ പഠിക്കും ചെയ്യും നമ്മൾ. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ അനാവശ്യമായിട്ടും അമിതമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഒരു ബ്രാൻഡ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലായിരിക്കും ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെ കുറെ ബൾക്ക് എടുത്തിട്ട് വന്നാൽ അതിങ്ങനെ വിറ്റ് പോകുമോ? അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഏറ്റവും കുറച്ച് എമൗണ്ടിൽ കുറച്ച് സാധനം എടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയും. പക്ഷെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും, എന്റെ റിസൾട്ട് മാത്രം നോക്കിയിട്ടായിരിക്കും ഈ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, തുടക്കത്തിൽ ഇരിക്കുവാണ്, നമ്മൾ ഏറ്റവും മേളിലത്തെ സ്റ്റെപ്പിലായിരിക്കും നോക്കുന്നത്. ഓരോ ചുവടും വെച്ചാലേ ഏറ്റവും മേളിലെത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാതെ ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ, നാളത്തേക്ക് മാറ്റിവെക്കുക. ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കും, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വീഡിയോ ചെയ്യണം ഇല്ലേ, ഇന്നലെ ഞാൻ ജൂലൈ ഗ്രൂപ്പിൽ ഇട്ടതാണ്. നിങ്ങൾ ജൂൺ ഗ്രൂപ്പിലോ ജൂലൈ ഗ്രൂപ്പിലോ ഫസ്റ്റ് വന്ന ആൾക്കാരോട് പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോ ചലഞ്ച് തുടങ്ങണം എന്നുള്ളത്. അപ്പൊ അതിൽ പെട്ടെന്ന് ആക്ഷൻസ് എടുത്തവരും ഉണ്ട്, അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ ഒന്ന് മാറ്റിവെക്കാന്നുള്ളതുണ്ട്. പക്ഷെ എപ്പോഴാണോ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നത്, അവർ മാത്രമാണ്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഹിസ്റ്ററി മേക്കേഴ്സ് എന്ന് പറയുന്നത്, ചരിത്രം സൃഷ്ടിച്ചവരായി മാറുന്നത്. ഇന്ന് കാണുന്ന എല്ലാ ആൾക്കാരും, നമ്മളിന്ന് കാണുന്ന വലിയ, നിങ്ങൾ ബിസിനസ്സിന് റോൾ മോഡൽസ് കാണുന്നവരൊക്കെ അവര് ഇങ്ങനെ വീണ് കിടന്ന സമയത്ത് അവിടെ നിന്നും അവരുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായി, ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, എണീറ്റ് വരണം എന്നുള്ളത്. അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്താണ് നെക്സ്റ്റ് അടുത്ത് എനിക്ക് എന്ത് ചെയ്യാം, ആ ഓരോ ചുവടുവയ്പും അവർ പഠിച്ച് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് എത്താനായിട്ട് നമ്മൾ ആ ഒരു മെന്റൽ സ്റ്റക്ക് നമുക്ക് ഈ ഒരു 14 ദിവസം കൊണ്ട് നമുക്കൊന്ന് മാറ്റണം. അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുകയല്ല, ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വി ആർ അവേക്കനിങ്. നമ്മൾ ഒരു അവേക്കൻ ഉള്ളിൽ നിന്നും ഒരു എഴുന്നേൽപ്പ് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ വ്യക്തി, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന റൂബ ആയാലും സജിനി ആയാലും നിഷ ആയാലും ചിത്ര ആയാലും സുൽജി ആയാലും, സുൽജിയൊക്കെ എൻ്റെ അത്രയും അടുത്ത സ്റ്റുഡന്റ് ആണ്, സുഹൃത്താണ്, ക്ലോസ് ടു മൈ ഹാർട്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാർ. നിങ്ങൾ കൂടുതലായിട്ടും ചിലർ എന്നോട് ഭയങ്കരമായിട്ടൊരു അടുപ്പം കാണിക്കാറുണ്ട്. ചിലര് കോഴ്സിലൊക്കെ വന്നാലും ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര മടി. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും വല്ലപ്പോഴും ഒരു കോഴ്സുമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യുന്ന അല്ലാതെ ഒത്തിരി ആൾക്കാർ കണക്ട് ചെയ്യുന്നത് ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ ആ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ഉണ്ട് അല്ലേ സുൽജിക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ ഞാനിത് പറഞ്ഞത് നമ്മളുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ശക്തിയെ നമുക്ക് കൊണ്ടുവരാം. അതൊരു പേർപ്പസോട് കൂടി എങ്ങനെ നിങ്ങൾക്ക് അവേക്കൻ ചെയ്യാം, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണ്, നിങ്ങളുടെ ആ ഒരു വെളിച്ചം അതെന്താണ് എന്ന് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ നമ്മള് മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, കമന്റിൽ ഒന്ന് ഇടുക. എല്ലാ ദിവസവും ഭയങ്കര ബിസിയാണ്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള റോളുകൾ നമ്മൾ അമ്മയായിട്ടും മകളായിട്ടും ഭാര്യയായിട്ടും പല റോളുകളിൽ നമ്മൾ നിൽക്കുന്നുണ്ട്, ഭയങ്കര ബിസിയാണ്. പക്ഷെ രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ അല്ല എൻ്റെ ലൈഫ്, എനിക്ക് കുറച്ചും കൂടെ മാറണം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, എൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്, എനിക്ക് ആ ആള് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ടോ? എം ടി ആയിട്ടാണോ ഞാൻ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? കാരണം എന്തോ മിസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാര്, സൂര്യ എൻ്റെ സൂര്യ ലൈവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ സ്റ്റുഡന്റ് ആണ് സൂര്യയും. ഒത്തിരി പേര് സുൽജിയെ പോലെ കുറേ പേര്, ഒരു 10-20 പേര് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ അടുത്ത് സമൃദ്ധിയുടെ ഫാഷനിൽ വന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് സൂര്യ കടന്നു വന്ന വഴികൾ അല്ലെ, അത് കടന്നു വന്ന വഴികൾ ഏതൊക്കെ ആയിരുന്നു? ഇപ്പൊ സൂര്യ ചെയ്യുന്ന കാര്യങ്ങള്, സൂര്യ പുതിയൊരു സ്റ്റെപ്പ് വെച്ചു, കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെച്ചു. പക്ഷെ സൂര്യക്ക് എന്ന് വേണമെങ്കിലും ഈ കാര്യങ്ങൾ നിർത്തിയിട്ട് സൂര്യക്ക് ഓഫീസിലേക്കും അല്ലെ പഴയ ഇതിലേക്ക് പോകായിരുന്നു. പക്ഷെ സൂര്യയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ആള് പറഞ്ഞുകൊണ്ടിരുന്നു, നിനക്കായിട്ടൊരു വഴി വരുന്നുണ്ട്, നിനക്ക് നിനക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനായിട്ടുള്ള സമയമാണ് ഇപ്പൊ സൂര്യക്ക് വന്നത് അല്ലെ. സൂര്യ കറക്റ്റ് ആണോ പറയുന്നത്? ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലിടുക, എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റത്തില്ല, ലൈവിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചാറ്റിലിട്ടേക്കാം. യെസ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സൂര്യക്ക് ആ ഒരു തോട്ട് ഉള്ളിൽ നിന്ന് വന്നിട്ട്, ഉള്ളിലുള്ള ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് പറ്റും, നിനക്കൊണ്ട് സാധിക്കും എന്നുള്ളത്. ചിലരെന്ത് ചെയ്യും, ഇതിനെ അവിടെ വെച്ചിട്ട് ആ സ്റ്റക്ക് വരുമ്പോ തന്നെ മതിയാക്കും.
ലൈഫിൽ വീണ്ടും പുതിയ പുതിയ അവസരങ്ങൾ തേടി നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. മിക്കവാറും സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, കിഡ്സ്, ഫാമിലി, ജോബ്, ഇതിലൊക്കെ ആൻഡ് ലൂസ് ടച്ച് വിത്ത് ഹൂ ദേ റിയലി ആർ, എന്താണ് ഞാൻ എന്നുള്ള ആ ഒരു ടച്ച് അത് അവർക്ക് വിട്ടുപോകും. കാരണം നമ്മളെ സൊസൈറ്റി, സമൂഹം നമ്മളെ അടുത്ത് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് എന്താണ്, കെയർ ടേക്കേഴ്സ് അല്ലെ, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ചുമതലകൾ ഏറ്റെടുക്കുന്ന വ്യക്തി. അത് ഭാര്യ എന്നുള്ള ചുമതല ആയിരിക്കാം, അമ്മ ആയിരിക്കാം, പല ചുമതല നമുക്ക് തരും. നിന്റെ ജോലി ഇതാണ് എന്നുള്ളത്. പക്ഷെ നമ്മളൊരു പേർപ്പസ് ടേക്കർ, നിന്റെ ലക്ഷ്യം ഇതാണ്, നീ ഇത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാനായിട്ടോ ആ രീതിയിലുള്ള സപ്പോർട്ട് തരാനായിട്ടോ നമുക്ക് ചിലപ്പോൾ ചുറ്റിനുള്ള ആൾക്കാർ ഉണ്ടാവത്തില്ല. അവർ അവരുടെ ലൈഫ് ജീവിക്കുന്നു. അവരുടെ ലൈഫിൽ പരാജയം സംഭവിക്കുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ആ റിഫ്ലക്ഷൻ നമ്മുടെ അടുത്തും കൂടെ അവർ കാണിക്കാറുണ്ട്. വീട്ടിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ എല്ലാം നേടുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ പോയിട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, അവർ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും, നീ സൂപ്പറായിട്ട് ചെയ്യും, നിനക്കത് രക്ഷപ്പെടും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഇതിലൊന്നും ചെയ്യാതെ ഇതൊക്കെ ബിസിനസ് ചെയ്താൽ തട്ടിപ്പാണ്, പറ്റിക്കപ്പെടും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നടക്കുന്നതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നത്, എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എല്ലാവരും ഇതൊക്കെ തന്നെ ഇപ്പൊ തുടങ്ങുന്നത്, അപ്പൊ പിന്നെ ഇതൊക്കെ വിജയിക്കോ എന്ന് ചോദിച്ച് നമ്മളെ എന്ത് ചെയ്യും, പിന്നിലേക്ക് വലിക്കും അല്ലെ, നമ്മളെ അതിൽ നിന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണോ നമ്മൾ സംസാരിക്കേണ്ടത്, അതോ കറക്റ്റ് ആയിട്ടുള്ള ജീവിത ലക്ഷ്യവും കാര്യങ്ങളെ കുറിച്ചൊരു അവബോധമുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കണോ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ പോയി പറയേണ്ടത്? ഓക്കെ. അപ്പോ ആ ഒരു നഷ്ടം നമുക്ക് നികത്തണം അല്ലെ. സിമി പാസ്റ്റിൽ എവിടെയോ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു, ലാസ്റ്റ് മൈ സെൽഫ് അല്ലെ, ഐ ലോസ് മൈ സെൽഫ്, ആ സ്റ്റക്ക്, അതാണ് സ്റ്റക്ക് ആവുന്നത് സിമിക്ക്. പക്ഷെ സിമിയുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിമിയെ കുറിച്ച് എത്രയോ ക്ലാസ്സുകളിൽ സിമിക്ക് അറിയില്ലായിരിക്കാം, സിമിയെ കുറിച്ച് ഞാൻ ഈ പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും സിമിയുടെ പേര് കിട്ടിയിട്ടുണ്ടായിരിക്കും, ആരാണെന്ന് അറിയത്തില്ലായിരിക്കും. സിമി എവിടെയാണ് എന്റെ അടുത്ത് വന്ന സമയത്ത്, അല്ലെ നമ്മളൊക്കെ എന്നാണ് ജോയിൻ ചെയ്യുന്നത് എന്റെ ഓർമ്മയിലില്ല, ഓഗസ്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു, നമ്മുടെ ലെവൽ 2 വന്ന ആ ടൈമിൽ വന്നപ്പോ സിമി സംസാരിച്ചതും സിമിയുടെ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞപ്പോഴും സിമി കോഴ്സിൽ ജോയിൻ ചെയ്ത് വന്നപ്പോഴും സിമി എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നും സിമിയുടെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സിമി എടുക്കുന്ന എഫേർട്ട്, ആ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും ഇപ്പോഴും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ സിമി എടുക്കുന്ന ആ ഒരു എഫേർട്ട്, എത്രത്തോളം ഓർഡർ സിമിക്ക് വന്നു, ഇടയ്ക്കിടയ്ക്ക് സിമിക്ക് ചില മെന്റൽ സ്റ്റക്ക് ആവുന്നു, അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന, ചുറ്റിനും ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇപ്പൊ ഒരു സിറ്റുവേഷനിലൂടെ സിമി കടന്നു പോകുന്നുണ്ട്. അതും തരണം ചെയ്യാനായിട്ടുള്ള കഴിവ്, ആ ഒരു ഉൾപ്രേരണ സിമിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ എല്ലാവരും സൂപ്പറാണ്, നിങ്ങൾ എല്ലാവരും കയ്യിലും ഇഷ്ടംപോലെ കഴിവുണ്ട്. അപ്പൊ സുനിത ചെയ്യുന്ന വീഡിയോസ്, സുനിതയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ വീഡിയോസ് കാണാറുള്ളതാണ്. അതിൽ സുനിത എടുക്കുന്ന എഫേർട്ട്, വീഡിയോസ് ഓരോ ദിവസവും വരുന്ന ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആ പേർപ്പസ് ആണ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ആരെങ്കിലും പേരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാഡം എന്നെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. ആരും അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ എന്റെ റാൻഡംലി എന്റെ മനസ്സിൽ വരുന്നതും നിങ്ങളിപ്പോ ചാറ്റിൽ കാണുന്നതും ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് വിളിക്കുന്നത്. എല്ലാവരോടും സ്നേഹം തന്നെയാണ്, എല്ലാവരെയും ആ രീതിയിൽ തന്നെയാണ് ഞാൻ കെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നെ പേര് വിളിച്ചില്ലല്ലോ എന്ന് കൂടെ വിചാരിക്കരുത്. ഓക്കെ, ശരി. രമ്യ സുഖായിരിക്കുന്നതല്ലേ അല്ലേ? രമ്യ ഓണം സ്റ്റിച്ചിങ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹം നമുക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്, നമ്മൾ കെയർ ടേക്കേഴ്സ് ആണ്, നമ്മൾ നമ്മുടെ ചെയ്യേണ്ട ചുമതലകൾ ഇതൊക്കെയാണ്, നിനക്കുള്ള ജോലി. പക്ഷെ നിനക്കൊരു പേർപ്പസ് ലൈഫിൽ നിനക്ക് ഉണ്ട് എന്നുള്ളത് ആരും പറഞ്ഞു തരില്ല. അത് ആരും പറഞ്ഞു തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്റെ ലൈഫ് എന്നെ തെളിയിച്ചതാണ്. എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല നീ പടം വരച്ചിട്ട്, ചിത്രങ്ങൾ വരച്ചിട്ട് അത് വിൽക്ക്, നിനക്ക് അതിൽ നിന്ന് പൈസ കിട്ടും, വരുമാനം വരും എന്നുള്ളത് എന്നോട് ആരും പറഞ്ഞു തന്നില്ല. എന്റെ ലൈഫിൽ എനിക്കൊരു കഴിവ് ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് എന്തോ ചിത്രങ്ങൾ എന്റെ ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരൻ വരയ്ക്കുന്നത് കണ്ടിട്ട് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ കണ്ടിട്ട്, അവൻ വരയ്ക്കുന്ന ഒരു കൗതുകം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കൃഷ്ണന്റെ ഒരു ചിത്രമൊക്കെ വരയ്ക്കുന്നത്. എന്റെ അച്ഛൻ അത് ഒരുപാട് വർഷം ഗൾഫിലെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ അച്ഛന്റെ റൂമിൽ ആ കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ലീവിന് വരുമ്പോൾ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ. അപ്പൊ അത് അന്ന് എനിക്കൊരു പാഷൻ ഉണ്ട് എന്നുള്ളതോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് വരയ്ക്കാൻ അറിയാം, ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഞാൻ വീണ് കിടന്ന സമയത്ത് എന്റെ ഉള്ളില് തീവ്രമായിട്ട് ഞാൻ ഈ പേർപ്പസ് തേടിക്കൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അന്ന് എന്റെ മനസ്സിനെ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഒരു പെയിന്റിങ്
ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ നിന്നാണ് ശരിക്കും ഒരു സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ചെയ്യുന്ന ബിസിനസ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പാഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്നാണ് എന്നെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കയറ്റിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ 14 ദിവസം എന്ന് പറയുന്നത്, ഈ ടൈമിനുള്ളിൽ നിങ്ങളിലെ ഒരു പേർപ്പസ് നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം. ബോൾഡ് ആകാനായിട്ട് ശ്രമിക്കണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മാറണം. ഇത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് 14 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ വന്ന് പറയണം. അടുത്ത ഒരു 14 ദിവസത്തെ ലാസ്റ്റ് ഡേയിലുള്ള വീഡിയോയിൽ നമ്മൾ ലൈവിൽ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയണം നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു എന്ന്. ഇതിന് ഒരുപാട് സമയം എടുക്കുന്ന ഒന്നുമല്ല, നമ്മൾ ഡിജിറ്റൽ കാര്യങ്ങളോ ടെക്നോളജിയോ ഒന്നും അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ചിത്ര സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, ചിത്ര പേര് ചിത്ര എന്തൊരു 2-3 ചിത്രമുണ്ട്. അതിൽ ഒരു ചിത്രമായിട്ട് ഞാൻ ഇന്ന് കണക്ട് ചെയ്തിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഡിസ്കവർ യുവർ ട്രൂ വൈ. എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ആ ചോദ്യം, അത് നമുക്ക് ചിലപ്പോൾ ഒരു വാക്കിൽ കിട്ടില്ല, ഒരു ദിവസം കൊണ്ടും കിട്ടില്ല. അതിനാണ് ഞാൻ ഈ ഒരു 14 ദിവസം നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങളിപ്പോൾ ബ്രാൻഡ് ചെയ്യുന്നവരാണ് എല്ലാവരും. ഈ ബ്രാൻഡിനോടൊപ്പം നിന്ന് ഒരു ബിസിനസ് എന്നുള്ള തലത്തിൽ നിൽക്കുമ്പോൾ ഈ ബിസിനസ് എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? ചിലപ്പോൾ ഇത് മാത്രമായിരിക്കില്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പാകപ്പെടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മനസ്സ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പേർപ്പസ് എന്താണെന്ന് ഒരൊറ്റ വാക്കി നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. കാരണം ഇതെന്ന് പറയുന്നത്, ഈ പേർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും ലക്ഷ്യം. ഇതിന്റെ കൂടെ 2-3 കാര്യങ്ങൾ കൂടെ ചേർത്താലേ പേർപ്പസ് കംപ്ലീറ്റ് ആവുള്ളൂ. വാട്ട് യു ലവ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് സ്നേഹിക്കുന്നത്, എന്തിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അത് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക. ഞാൻ സമയം തരാം, അത് ടൈം തരാം. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ബുക്കിലൊക്കെ എഴുതണം. ഇപ്പൊ ഒന്നും എഴുതണ്ട, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, വാട്ട് യു ലവ്. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? റബിതയിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. റബിത സ്വന്തമായിട്ട് മാറ്റം ഉണ്ടാവണം എന്നുള്ളതിന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഡെയിലി കത്തുകൾ എഴുതുന്ന ആളാണ് അല്ലെ റബിത? അങ്ങനെ റബിത ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ റബിത ആ തിരിച്ചറിവ് വന്നു, എന്നെ തന്നെ, വാട്ട് യു ലവ്, എന്നെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു. അത് ആ തിരിച്ചറിവ് വരാൻ റബിതയ്ക്ക് ഒത്തിരി സമയം എടുത്തു. കഴിഞ്ഞ മാസം റബിത കടന്നുപോയ ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷൻ നിന്ന് ഇപ്പോൾ തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ റബിത എടുത്ത എഫേർട്ടിന് റിസൾട്ടാണ്. മനസ്സിലായോ? അതുപോലെ വാട്ട് യു ആർ നാച്ചുറലി ഗുഡ് അറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കുന്ന, നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നു ഞാൻ ഏറ്റവും ബെസ്റ്റ് ഏതിലാണ്. അതിപ്പം ബിസിനസ്സിലേക്ക് വന്ന അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തി വന്നാൽ, ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു നല്ല ലിസണർ ആയിരിക്കും. സന്തോഷത്തോടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർക്കൊരു അനുകമ്പയോടെ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരെ അവരവിടുന്ന് സന്തോഷിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾ, നിങ്ങൾ നന്നായിട്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കാം, വിവിധ മേഖലകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് നിൽക്കുന്ന ആൾക്കാര് ഞാൻ നല്ലതാണ്, ഞാൻ സൂപ്പർ ആണ്, അല്ല അതായത് നീ അടിപൊളിയാണ്, നീ നന്നായിട്ട്, നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കൊള്ളാം, ഒരു കറി വെച്ച് കഴിഞ്ഞാൽ 100 പേരെ ചുറ്റിനുള്ളവർ പറയണം അത് കൊള്ളാം, എങ്കിലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. എനിക്കുണ്ടായിരുന്നു ഈ സ്വഭാവം. ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ ചോദിക്കും കൊള്ളാമോ എന്ന് ചോദിക്കും. അവരുടെ ആ ഒരു റേറ്റിംഗ് കിട്ടണം, എനിക്ക് മാർക്ക് ഇട്ട് തന്നാലേ കൊള്ളാം എന്നുള്ളത്. അല്ലാതെ സ്വയം ഞാൻ ചെയ്തൊരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്നു അതിൻ്റെ നിന്ന് എപ്പാട്ട്, നമ്മൾ ആ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതിനേക്കാൾ ഉപരി എന്ത് പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ റേറ്റിംഗ്, അതായത് അവർ മാർക്ക് ഇടുന്നതിനനുസരിച്ച് എന്നെ വിലയിരുത്തുന്ന ജഡ്ജ്മെന്റ് എന്ന് ഞാൻ നിർത്തുന്നു, അന്ന് മുതലേ നമ്മൾ നല്ലതാവുള്ളൂ. അത് ഞാൻ നന്നാവണം ഞാൻ തന്നെ വിചാരിക്കണം എന്ന് പറയത്തില്ലേ, ബാക്കിയുള്ളവരുടെ ഉപദേശത്തിലല്ല നിൽക്കുന്നത്. അതിന് ഉള്ളത് കിട്ടണമെങ്കിൽ ഉള്ളില് ഞാൻ എന്നെ സ്വയം വിലയിരുത്തണം. അത് ബാക്കിയുള്ള ആൾക്കാർ, അമ്മ പറഞ്ഞിട്ടോ അമ്മായിയമ്മ പറഞ്ഞിട്ടോ അല്ല മറ്റു ആൾക്കാരോ ഒക്കെ പറഞ്ഞിട്ടല്ല എന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് മറ്റൊരാളല്ല ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ കണ്ണിലൂടെയാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്, നീ ഇങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ നമ്മളോട് ചോദിക്കുക ഇവര് പറഞ്ഞാണോ ശരി, ഞാൻ ശരിക്കും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അത് ഒരിക്കലും ഫൈനൽ ആയിട്ടുള്ള ഒരു മാർക്കായിട്ട് നിങ്ങളെ ഇട്ട് കൊടുക്കരുത്. അതുപോലെ പേർപ്പസ് എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട മൂന്നാമത്തെ ചോദ്യമാണ് വാട്ട് മേക്സ് യു പീസ്ഫുൾ ആൻഡ് അലൈവ്. നിങ്ങളെ വളരെ സമാധാനപൂർവമായിട്ടും നിങ്ങളെ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത്. അലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും ജീവനോടെ
ഇരിക്കുന്ന ഒരു ബോഡിയാണ് അല്ലെ? പക്ഷെ ജീവനോടെ ഈ ഭൂമിയിൽ ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെ ആയിരിക്കും പോകുന്നത്? നമ്മൾ കറി വെക്കുന്ന സമയത്തും നമ്മൾ ആ കറിയിൽ എത്ര സമയം ആ കുക്ക് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ എന്താണ് പഞ്ചസാരയൊക്കെ പലപ്പോഴും ഇടുമ്പോഴും തെറ്റിപ്പോവാറില്ലേ? ഒരു സ്പൂൺ ഇടണമെങ്കിൽ എത്ര ഇടണം? 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാറില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലേ? മനസ്സിലായോ? അതായത് എന്താണ്, ഞാൻ എലൈവ് ആയിട്ടാണോ ഇരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് ചെയ്യാനിരിക്കുമ്പോഴാണ് നിങ്ങൾ എലൈവ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ചെയ്യുന്ന ജോലിയിൽ തന്നെ ആ വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി ചെയ്യുന്നത്? എപ്പോഴാണ്? സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ രമ്യ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. രമ്യ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രമ്യക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. രമ്യ അതിൽ ഇൻവോൾവ് ആണ്. ആ കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കണം. ഈ ഒരു കാര്യത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? രമ്യ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സിമി വീഡിയോ എടുക്കുന്ന സമയത്ത് സിമി പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം സിമിക്ക് ആ ഡ്രസ്സിനോടുള്ള ഒരു പാഷൻ. സിമിയുടെ ഡ്രസ്സാണ് ഇന്നലത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത്. ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ. ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ള സിമിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച ഡ്രസ്സായിരുന്നു. അപ്പൊ അത് സിമിയുടെ പാഷനാണ് എന്നെ ആ ഒരു ഡ്രസ്സിലേക്ക് അടുപ്പിച്ചത്. സിമി ആ കസ്റ്റമറിന് കൊടുക്കുന്ന സ്നേഹമാണ് സിമിക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് എന്താണ്, നമ്മൾക്ക് എന്താണോ ഞാനിപ്പോ പറഞ്ഞ പർപ്പസിലേക്ക് വരാം. നമ്മൾ പർപ്പസ് എന്ന് പറയുമ്പോൾ 3 കാര്യം നോക്കുക. വാട്ട് യു ലവ്, നിങ്ങൾ എന്താണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ്, ആരെയാണ് സ്നേഹിക്കുന്നത്? നാച്ചുറലി നിങ്ങൾ ഏറ്റവും ഗുഡ് അറ്റ്, ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത് ജയശ്രീ നന്നായിട്ട് പെയിന്റ് ചെയ്യും, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജയശ്രീയുടെ ആ പോസിറ്റീവ് വൈബ് ജയശ്രീക്ക് ഇപ്പൊ വന്നു തുടങ്ങി അല്ലെ? കിട്ടുന്ന ഓർഡേഴ്സിലൂടെ ജയശ്രീ ഞാൻ മാറിയപ്പോ എന്റെ ചുറ്റിനുള്ളവരും മാറി, ഞാൻ ചെയ്യുന്ന വർക്ക് മാറി അല്ലെ? പാഷൻ ഐഡന്റിഫൈ ചെയ്തു, ജയശ്രീ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, ആളുകൾ ജയശ്രീയുടെ അടുത്ത് വരാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും ആ റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്തിലോട്ട് പോവാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് മേക്സ് യു ഫീൽ പീസ്ഫുൾ ആൻഡ് അലൈവ്? അത് നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് നാളെ നിങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത് എന്തിലാണ്? ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത് ഏത് വിഷയത്തിലാണ്? എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? എനിക്ക് ഏറ്റവും സമാധാനവും സന്തോഷപൂർവ്വമായിട്ടും ജീവനോടെ, അതായത് ഞാൻ ജീവനോടെ ഇരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡി ജീവനുണ്ട്, നമ്മുടെ മനസ്സ് ജീവനോടെ ആ ഇരിക്കുന്ന പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നത് ഏത് കാര്യത്തിലാണ്? മനസ്സിലായോ? നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ആക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കോ? ഇല്ല. നമ്മളെല്ലാവരും ചുറ്റിനും നടക്കുന്ന ആൾക്കാരെയും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആര്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ? പക്ഷെ ലൈറ്റ്സ് ഓഫ് ചെയ്ത് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ആ കഥയിലൂടെ കടന്നു പോകും. നമ്മൾ എപ്പോഴും ആ ഇന്റർവെല്ലിൽ ലൈറ്റ് ഓൺ ആകുന്നവരെ നമ്മൾ മുഴുവൻ സമയവും, ഇപ്പൊ തുടരും സിനിമയിൽ മോഹൻലാലിനോടൊപ്പമായിരുന്നു അല്ലെ നമ്മൾ കടന്നുപോയത്. ഓക്കെ, അതുപോലെ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് നമ്മുടെ മനസ്സും കടന്നു പോകുന്നത്. നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ, നമ്മൾ ആ സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കാണുന്ന ആ തിയേറ്ററിലുള്ള ആ സിനിമ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകണം, അത് കരയും ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമയുടെ യഥാർത്ഥ എസൻസ് അറിയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ അലൈവ് ആയിട്ടിരിക്കുന്നതിന്റെ പ്രത്യേകത. എന്തിലാണോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതിൽ ബിസിനസ്. ഇപ്പോൾ നിങ്ങൾ റീസെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിചാരിക്കും, അയ്യോ അപ്പൊ അത് തന്നെയാണ് കഴിവ്. ഷെഫ് പിള്ളയുടെ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഇന്നലെ എന്നോട് ചോദിച്ചു, നമ്മുടെ കോഴ്സിൽ വരാനായിട്ട് ഇന്ന് ആരോ ചാറ്റിൽ ഇട്ടിട്ടായിരുന്നു, ഇതിന് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവുക. ഷെഫ് പിള്ളയെ നമുക്കൊന്ന് എടുത്താൽ മതി, ഏറ്റവും നല്ല ബിസിനസ് ചെയ്യുന്ന ആള് അല്ലെ? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എത്ര ഉണ്ടായിരുന്നു? അദ്ദേഹം എവിടെയാണ് തുടങ്ങിയത്? ഹോട്ടലിൽ അല്ലെ? ഹോട്ടലിൽ ചെറിയൊരു സ്റ്റാഫായിട്ട് നിന്നതാണ് അല്ലെ? ക്ലീനിങ് സ്റ്റാഫായിട്ട് കയറിയാണ്. അവിടുന്ന് തനിക്കൊരു പാഷൻ ഉണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്നാണ് അദ്ദേഹം ഇന്നത്തെ ഈ ലെവലിലോട്ട് എത്താൻ സാധിച്ചത്. ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരാൻ സാധിച്ചത് കൊണ്ടാണ്. അപ്പൊ സ്വന്തം കഴിവെന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്ന സ്ഥലത്താണ് നമ്മൾ എലൈവ് ആകുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? 3 ചോദ്യങ്ങൾ. ദിവ്യയാണെന്ന് തോന്നുന്നു. 3 ചോദ്യങ്ങൾ. ഒന്ന്, പേർപ്പസ് എന്താണെന്നുള്ളതിനോട് ചോദിക്കുകയാണ്. വാട്ട് യു ലവ്, വാട്ട് യു ആർ നാച്ചുറലി ഗുഡ് അറ്റ്, വാട്ട് മേക്സ് യു പീസ്ഫുൾ ഓർ അലൈവ്? ഈ 3 ക്വസ്റ്റ്യൻസ്. ഇത് 3ഉം ചോദിക്കുക. ഒന്ന് എഴുതി നോക്കാം. ഒരു 30 സെക്കൻഡ് ഇത് എഴുതുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചിട്ട് ദീർഘമായി ഒന്ന് ശ്വസിക്കുക. ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ്ഡ് കറക്റ്റ് ഒരു മൊമെന്റത്തിൽ കയറും. അതിനാണ് നമ്മളൊരു കുറച്ച് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഈ പെട്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബുക്ക് എടുത്ത് എഴുതുന്നതല്ല. നിങ്ങളൊരു ഡീപ്പായിട്ട് 1-2 തവണ ബ്രീത്ത് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്നെ ആരും ജഡ്ജ് ചെയ്യാതെ
ആളുകൾ ആരും എന്നെ ജഡ്ജ് ചെയ്യാതെ, അതായത് നമുക്ക് വീടിന് ചുറ്റും ജീവിക്കുന്നവരോ സമൂഹമോ എന്നെ ആരും എന്നെക്കുറിച്ച് നീ ഇങ്ങനെയാണ്, നീ ഇതാണ് ചെയ്യേണ്ടത്, നിന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നീ ഈ രീതിയിൽ പോയാലേ ഏറ്റവും ബെസ്റ്റ് ആകുള്ളൂ, ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ, പണം ഒരു ഇഷ്യൂ അല്ലാതെ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പണം നിങ്ങളുടെ മുന്നിലുണ്ട്, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നും ചിന്തിക്കാതെ ആരും എന്നെ ജഡ്ജ് ചെയ്യുന്നില്ല, എന്റെ മുന്നിൽ പണം ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കാം, വാട്ട് വുഡ് യു ലവ് ടു ഡു എവറി ഡേ? എല്ലാ ദിവസവും എനിക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? ഒന്ന് നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിച്ചു നോക്കുക. എനിക്ക് മനസ്സിൽ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? എനിക്ക് ഭയങ്കര ഒത്തിരി എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്കിപ്പം എന്ത് കാര്യം ചെയ്യാനായിട്ടും എൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് യാത്ര പോകണോ, പിള്ളേർ എന്തെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടോ, ഹസ്ബൻഡ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാനായിട്ടുള്ള പൈസ, എന്ത് കാര്യത്തിലും എൻ്റെ കയ്യിൽ മണി എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, എന്നെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ ആ ഡ്രസ്സ് എന്തിനാണ് ഇട്ടെന്ന് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഭയങ്കര സുന്ദരിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് ചുറ്റിനും ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരെന്ത് പറയും എന്നൊരു ചിന്ത ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു ചിന്തയിലൂടെ നിങ്ങൾ കടന്നു പോയാൽ, ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അതൊന്ന് എഴുതുക. നാളെ എഴുതുക, ഇന്ന് എഴുതുക, നാളെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാനായിട്ട്. മനസ്സിലായോ? രമ്യയുടെ ഡെലിവറാണ്. ഓക്കെ, ശരി, ഓക്കെ, ഓക്കെ. സുബിഷ അത് സ്വയം ചോദിച്ചു നോക്കുക. സുബിഷ ഇപ്പൊ ഒരു കാര്യമായിരിക്കില്ല വരുന്നത്, ഇത് എഴുതുമ്പോൾ ഒരുപാട് കാര്യം വരും. കാരണം ഞാനിപ്പോ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, ജഡ്ജിങ് എന്ന് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റും പണം എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതും നമ്മുടെ ലൈഫിനെ അത് ഒരുപാട് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടും, ഇത് 2 നമുക്കൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ആ നിമിഷം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്താണ് എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് വേണമെങ്കിൽ ഒരു കഥ പോലെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ വരും. ഒരു കാര്യം ആയിരിക്കില്ല, യാത്ര പോകുന്നതായിരിക്കില്ല, ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല, നല്ല ഡ്രസ്സ് ഇടുന്ന മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. മനസ്സിലായോ? മറ്റുള്ള ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്തില്ലെങ്കിൽ, പൈസ എനിക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമല്ല, പണം ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യാത്ര പോകാനാണോ, നല്ല ഭക്ഷണം കഴിക്കാനാണോ, നല്ല ഡ്രസ്സ് ഇടാനാണോ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനാണോ, കൂടുതൽ ആളുകളിലേക്ക് എന്നെ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനാണോ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ആ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യം നിങ്ങൾ എഴുതുക. ഓക്കെ. അതുപോലെ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനം പറയുന്നത്, പേർപ്പസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഇന്നൊരൊറ്റ ദിവസം കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ് നിങ്ങൾ അറിയുന്നത്. അതൊരു ഒരു ബിഗ് മൊമെന്റ് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിന്റെ ഒരു പേർപ്പസ്, നിങ്ങൾക്ക് ഞാനിപ്പോ ഈ ഒരു സമൃദ്ധിയിലേക്ക് വരാനായിട്ടുണ്ടായതും ഇതുപോലെ എൻ്റെ ലൈഫ് കുറേ നാള് ഞാൻ നവമി എൻ്റെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. കാരണം എനിക്ക് വിവിധ മേഖലകളിൽ കാര്യങ്ങൾ അറിയാം, എനിക്ക് ആർട്ട് അറിയാം, ക്രാഫ്റ്റ് അറിയാം, ഞാൻ അത് പല കാര്യങ്ങളും ഞാൻ പഠിച്ചു, പല കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി എൻ്റെ ജീവിതത്തിന് എന്തിനോ ഒരു ലക്ഷ്യമുണ്ട്, അതിനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതെന്താണെന്നുള്ള പേർപ്പസിലേക്ക് ഞാൻ കുറേ ആലോചിച്ചു, കുറേ എഴുതി നോക്കി, ജേർണലിംഗ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്കൊരു സ്പാർക്ക് എനിക്ക് വന്നതും, എന്നിലേക്ക് ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു, എന്നിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എനിക്ക് അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം എൻ്റെ ലൈഫിൽ ഈ ഒരു മേഖലയിൽ ബിസിനസ് നിന്നപ്പോൾ എന്നെ പറ്റിച്ച ആൾക്കാർ, എൻ്റെ അടുത്ത് ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡിൽ വന്ന ആൾക്കാർ, ഞാൻ പോയ കുറെ മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടെത്തിയ കുറെ ആൾക്കാർ, എല്ലാവരൊന്നും നല്ല ആൾക്കാരൊന്നും അല്ല. മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സും ഉണ്ട്. പൈസ കൊടുത്ത് ഒത്തിരി ആൾക്കാർ എന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു സമൂഹത്തിന് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അറിവുകൾ എത്തണം. അതിനായിട്ട് എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടുന്നാണ് എൻ്റെ ഒരു സെക്കൻഡ് പേർപ്പസ്. നമുക്ക് ഒരു പേർപ്പസ് മാത്രമായിരിക്കില്ല ജീവിതത്തിലുള്ളത്. ആ ഒരു പേർപ്പസ് എന്താണെന്ന് ഞാൻ 2 വർഷം മുമ്പ് തിരിച്ചറിയണ്ടായി. ഇതുപോലൊരു പേർപ്പസ് ലൈഫിൽ തിരിച്ചറിഞ്ഞതായിരുന്നു എൻ്റെ ബ്രാൻഡിന്റെ തുടക്കമിട്ടത്. ജീവിതത്തിൽ ഒരു പേർപ്പസ് മാത്രമായിരിക്കില്ല നമുക്ക് ലക്ഷ്യമുണ്ടാകും. പക്ഷെ ഇപ്പോ ഈ മൊമെന്റിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ആരും സ്റ്റക്കായി പോകരുത്. അതിലേക്കാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് എപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഓരോ സ്റ്റെപ്പായിട്ട് എൻ്റെ ഉള്ളിൽ എന്താണ് എനിക്ക് വേണ്ടെന്നുള്ളത് തിരിച്ചറിവ് കിട്ടത്തുള്ളൂ. കാരണം ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ക്ലാരിറ്റി കംസ് വെൻ യു വാക്ക്.
നിങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ്, മുന്നോട്ട് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങി ചടഞ്ഞു കൂടി മടി പിടിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴല്ല. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെയോ ക്ലാരിറ്റി ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുവാണ്. അത് ചിലപ്പോൾ ചുറ്റിനുള്ളവർക്ക് അറിയത്തില്ല. നമ്മൾ അതിന്റെ ചിലപ്പോൾ റിഫ്ലക്ഷൻ നമ്മളിപ്പോൾ ദേഷ്യം കാണിക്കും, കരഞ്ഞു കാണിക്കും, ഇതൊക്കെയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ ആരോടും പറയത്തില്ല. എൻ്റെ ഉള്ളിൽ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത് ക്ലാരിറ്റി കിട്ടുന്നത് മുന്നോട്ട് നടക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു സിമ്പിൾ ടാസ്ക് ഇതിന്റെ കൂടെ തരാം. നിങ്ങളൊരു ജേർണൽ പോലെ ഇപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെ എഴുതുന്നത്, ഓക്കെ, എഴുതേണ്ട കാര്യങ്ങളിൽ ഇതും കൂടെ ചെയ്യുക. എന്താണ്? 3 things you love doing. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യം. ഇതെല്ലാം ഒരുമിച്ച് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സ് തുറന്നൊന്ന് എഴുതുമ്പോൾ ഒത്തിരി കാര്യം വരും. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എന്താണോ ചെയ്യണമെന്ന് അത് എഴുതുക. 3 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയത് എന്താണോ അത് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇതിൽ കോമൺ ആയിട്ട് എന്താണുള്ളത്, അതായത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം എന്താണോ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണോ, ഓക്കെ, നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, അത് 3 എണ്ണം എഴുതുക. അത് 6 എണ്ണം വരും. പക്ഷെ ഇതിൽ 2 എണ്ണത്തിലും കോമൺ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്, 3 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അതെന്താണോ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട്. അതായത് നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പാട്ട് പാടുന്നതായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അനു ഉണ്ടല്ലോ, അനു പാട്ടുകാരിയാണ്. അനു ലെവൽ 2 അനുവിന് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അനു പാട്ട് പാടിയിട്ടാണ് അതിനോടൊപ്പമാണ് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അനുവിന് പാഷൻ 2 അല്ലെ? അനു ഉണ്ട്. അനുവിന് ഒരേ സമയം അനു ഹാപ്പിനെസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുന്നത് അല്ലെ? അനു ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന സ്റ്റിച്ചിങ്ങിലായിരിക്കും. നമുക്ക് അതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കോമൺ ഓൺസ്. ഇതാണ് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട്. അനു എൻജോയ് ചെയ്യത്തില്ലേ? അനു പാട്ട് പാടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അനു വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇത് റൂബ സിംഗർ ആണല്ലേ? റൂബയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തു. സിംഗിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് തലത്തിലേക്ക് രൂപയ്ക്ക് എത്താൻ സാധിക്കും. ഈ 14 ഡേയ്സിൽ എത്തട്ടെ. ഓക്കെ, അതിനായിട്ട് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് എഴുതുക. ഇതാണ് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് തിരിച്ചറിയുക. സ്വന്തമായിട്ട് തോളിൽ കൈ ഒന്ന് തട്ടിയിട്ട് ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം നിങ്ങൾ ആ സാധനം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒന്ന് തോളിൽ കൈ തട്ടി സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇന്ന് കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് മാറി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വരില്ല. അത് ഓർത്ത് വറി ചെയ്യേണ്ട. ഈ 14 ദിവസത്തിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ വിചാരിക്കും ഞാൻ ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനേക്കാളും നെക്സ്റ്റ് ഒരു തലത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ ബ്രാൻഡ് തുടങ്ങിയവരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പൊ ഇതല്ലേ എൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എവിടെയൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആവുന്നില്ലേ, ഇതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ, അനു ചാറ്റ് ചെയ്തത് നിങ്ങൾ നോക്കിയാൽ മതി. താങ്ക് യു ഡിയേഴ്സ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല ഈ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. യു ജസ്റ്റ് നീഡ് ടു ബിലീവ് ദാറ്റ് ദർ ഈസ് മോർ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഒരു വെളിച്ചമുണ്ട്, അത് ഇവിടെ തന്നെയുണ്ട്. അത് നമ്മൾ ശബരിമല, നമ്മൾ ഹിന്ദു എല്ലാവർക്കും കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ഇവരും നാനാജാതി മതസ്ഥർ കേൾക്കുന്ന ഒരു വാക്കാണ് തത്വമസി എന്ന് പറഞ്ഞത്. ശബരിമലയിൽ നടയിൽ നമ്മൾ ഇത്രയും മല ചവിട്ടി അവിടെ പോയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അയ്യപ്പനെ കാണാൻ പോകുന്നെങ്കിൽ അവിടെ ആദ്യം എഴുതി വെക്കുന്നത് എന്താണ്? തത്വമസി. അത് നീ തന്നെയാണ്. നീ എന്താണോ തേടി വന്നത് അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലെ? ആ ലൈറ്റ് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇത് വേറെ എവിടെയും അല്ല അത് പ്രകാശിക്കേണ്ടത്, ഇവിടെ ആയിരിക്കണം അത് ഇരിക്കേണ്ടത്. മനസ്സിലായോ? കാരണം നിങ്ങൾ കവേർഡ് ആയിട്ടാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. കാരണം അതിനായിട്ട് ഞാനിന്ന് പറയുന്നൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക, നല്ലൊരു ബുക്ക് എടുത്തിട്ട് ഇന്ന് ഞാൻ തന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സ് തുറന്നൊന്ന് എഴുതുക. എനിക്ക് എന്താണോ വേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്കോർഡിങ് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ടിട്ട് ഒന്നുകൂടെ ഇപ്പോൾ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ വൺ തിങ് യു ഫീൽ ഡീപ്ലി കണക്റ്റഡ് ടു? നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിഷയം എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? അതുപോലെ തന്നെ എന്ത് സ്റ്റെപ്പാണ്, സ്മോൾ സ്റ്റെപ്പ് ആണ് ഞാൻ ഈ ഒരു ആഴ്ച എടുക്കാൻ പോകുന്നത്? കാരണം നിങ്ങൾക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എന്ത് സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ തയ്യാറാണ്? അത് ചിലപ്പോൾ ഈ ഒരു 14 ദിവസത്തിൽ എനിക്കൊരു മാറ്റം വരണം, എന്നെ കേട്ടിരിക്കെ നിങ്ങളൊരു ചേഞ്ച് ഉണ്ടാകണം. ഇതാണെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ ഒരു സ്റ്റെപ്പ്. അത് നിങ്ങൾ എഴുതുക. മനസ്സിലായോ? അതുപോലെ
പറയാനുള്ളത്, നമ്മൾ നാളെ മുതലായിരിക്കും 14 ദിവസത്തെ നമ്മളുടെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്കിൽസിലാണ്. അതായത് ഞാനൊരു ബിസിനസ് ആൻഡ് ലൈഫ് സ്കിൽസ് മെന്ററാണ്. അപ്പോൾ ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണ്യങ്ങൾ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഡെയിലി 20 മിനിറ്റ്സ് ഉള്ള ആ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാനായിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുത്തു വെക്കുക. ഒരു കംഫോർട്ട് പ്ലേസിൽ ഇരിക്കുക. നാളെ നിങ്ങൾ വരുന്ന ലൈവിൽ കയറുന്ന സമയത്ത് സെഷൻ ഒരു പേർപ്പസോടുകൂടി, ഇതൊരു പേർപ്പസ് ആണ്, ഈ 14 ദിവസവും വരിക എന്നുള്ളത് ഓക്കെ എന്താണ് ഒരു പേർപ്പസോട് കൂടി നിങ്ങൾ തുടങ്ങാം. മനസ്സിലായോ? അപ്പൊ നാളെ എല്ലാവരും ലൈവിൽ വരുന്ന സമയത്ത് ഒന്ന് റെഡിയായി, നല്ല ഭംഗിയായിട്ട് കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരിമാരായിട്ട് വരിക. ഓക്കെ, റെഡി ആയിട്ട് വന്നിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് ഇന്നത്തെ സെഷനിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവർക്കും റെഡിയല്ലേ? എല്ലാവരും ചെയ്യാനൊക്കെ റെഡിയല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, ക്യാമറയിൽ വരാൻ പറ്റുന്നവരൊന്ന് ക്യാമറയിൽ വരും. അപ്പൊ ഇന്ന് നമ്മൾ പേർപ്പസിൽ വർക്ക് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സെഷൻ ഒന്ന് പറയാമോ? നിത്യ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നില്ലേ? ഹായ്, കേൾക്കുന്നുണ്ടോ? കൊച്ചിയിൽ എങ്ങനെയുണ്ട് ലൈഫ്? സൂപ്പർ. ഇപ്പഴാ കുറച്ച് സെറ്റായി വരുന്നുണ്ടല്ലോ വന്നിട്ട്. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സ്റ്റിച്ചിങ് ഉണ്ട്. ഉണ്ടല്ലോ. ഒന്നുകൂടെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് മാം പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. വീഡിയോസ് എടുക്കാനേ ട്രൈപോഡൊക്കെ വാങ്ങിയിട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ഇത് അറ്റൻഡ് ചെയ്യോ കേട്ടോ 14 ദിവസം. ഓക്കെ മാം, അറ്റൻഡ് ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, അപ്പൊ എനിക്ക് ഈ ടൈം ഉണ്ടല്ലോ. മെസ്സേജ് ചെയ്യാം. ഓക്കെ. ഷീല ചേച്ചി, എല്ലാരും വിളിക്കുന്നില്ല, ഡേ ടൈം അല്ലേ, അതുകൊണ്ട്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? യൂസ്ഫുൾ ആയോ? യൂസ്ഫുൾ ആയി മാം. ക്ലിയർ ആയി വരുന്നുണ്ട് കാര്യങ്ങള്. ഓണത്തിന്റെ തിരക്കായിരിക്കും അല്ലേ? കുറച്ച് തിരക്കായിട്ടുണ്ട് ഇപ്പൊ. നന്നായി വരട്ടെ, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. രമ്യ, 1-2 പേരെ വിളിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. രമ്യ, എല്ലാരും വീഡിയോ നന്നായിട്ടുണ്ട്. മൈക്ക് മേടിച്ചു? മൈക്ക് വാങ്ങിച്ചില്ല മാം, വാങ്ങിക്കാം. അടുത്ത നല്ല വീഡിയോസ് അല്ലേ, അപ്പൊ അത് നല്ല രീതിയിൽ പോട്ടെ. ഒന്ന് മൈക്ക് മേടിക്കണേ. ഓക്കെ, താങ്ക് യു മാം. വാങ്ങിക്കാം, പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം. പുതിയ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കിട്ടാൻ വേണ്ടി ഞങ്ങള്. ഓക്കെ, താങ്ക് യു മാം. ഇനിയിപ്പോ ഒരു സെക്കൻഡ്, അൺമ്യൂട്ട് ആയിപ്പോയി. അൺമ്യൂട്ട് ആയിപ്പോയി, അല്ല മ്യൂട്ട് ആയിപ്പോയി അത്. ഓക്കെ ശരി, എന്നാൽ കുഴപ്പമില്ല. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, സജിനി സംസാരിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വീഡിയോ ഞാൻ ടേബിൾ സെറ്റ് ചെയ്യണ ടൈപ്പ് സ്റ്റാൻഡ് ഇല്ലേ മാം, ക്യാമറ വെക്കാന്. നമ്മള് മറ്റേ വേറൊരു സ്റ്റാൻഡ് ഞാൻ കണ്ടു, നിലത്ത് വെച്ചിട്ട് ചെയ്യണത്. അത് ഫുൾ ഹൈറ്റ് കിട്ടുമോ? നമ്മുടെ കട്ടിംഗ് ടേബിൾ പറയുന്നത് നല്ല ഹൈറ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലായിരുന്നോ? അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ടല്ലോ. താഴെ വെക്കുന്ന ക്യാമറ ഓക്കെ, അത്രയും ഹൈറ്റ് കിട്ടും. വേറൊന്നും തന്നിട്ടുണ്ടായിരുന്നു, അത് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, ഞാൻ പറയാം. ഓക്കെ. ഓ ശരി. ഓക്കെ ശരി, താങ്ക് യു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നല്ലോ ക്ലാസ്? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു. എല്ലാവരും ഒരു ഇമോജി ഇട്ടാൽ സന്തോഷം. ഒരു ഹാർട്ട് ഇമോജി ഇടാമോ? ക്ലാസ് യൂസ്ഫുൾ ആയി എന്നതിന്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം, നാളെ കാണാമേ. ബൈ. ഇതിന്റെ റെക്കോർഡിങ് ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം. താങ്ക് യു ശ്രീപ്രിയ, താങ്ക് യു നീതു, താങ്ക് യു ഡിയേഴ്സ്. Have a nice day. Enjoy your day.